പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് മോഡറേഷനെ കുറിച്ച്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി PG ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എനിക്ക് മോഡറേഷൻ ലഭിക്കുമോ, എനിക്ക് മോഡറേഷൻ ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള സംശയം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് മോഡറേഷൻ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറയാൻ പോവുകയാണ്. അതിനാൽ തന്നെ ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മോഡറേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മോഡറേഷൻ ചില സബ്ജക്റ്റുകൾക്ക് നൽകാറുണ്ട്. ആ മോഡറേഷൻ നൽകുന്നത് നിങ്ങളുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ്, വാല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം അതായത് ബോർഡ് ഓഫ് സ്റ്റഡീസ് കൂടിയിരുന്നിട്ട് ചില സബ്ജക്റ്റുകളിൽ മോഡറേഷൻ കൊടുക്കാൻ തീരുമാനിക്കും. അത് കൂടുതൽ ആളുകൾ ഫെയിൽഡ് ആകുന്ന സമയത്തൊക്കെ നൽകുന്ന ഒരു സംവിധാനമാണ്. ചില സബ്ജക്റ്റുകൾക്ക് 1 ആയിരിക്കും, ചില സബ്ജക്റ്റുകൾ 2 ആയിരിക്കും, ചില സബ്ജക്റ്റുകൾക്ക് 3 ആയിരിക്കും, ഇങ്ങനെയൊക്കെ കൊടുക്കും. ആ മോഡറേഷൻ കൊണ്ട് നമ്മൾ പാസ്സാകണമെങ്കിൽ ആ മോഡറേഷൻ ലഭിച്ചിട്ട് നമ്മൾ പാസ്സാകും. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് മോഡറേഷൻ ലഭിക്കുമോ? ഇല്ല, അത് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ മോഡറേഷൻ ലഭിച്ചിട്ടുള്ള റിസൾട്ടാണ് വരുന്നത്. ചിലപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നമുക്ക് ലഭിക്കാതിരിക്കാം. ഓക്കെ, നമുക്ക് അർഹത അതിന് കൊടുത്തിട്ട് നമ്മളെ സബ്ജക്റ്റിന് കൊടുത്തിട്ട് നമ്മൾ പാസ്സാവുകയാണെങ്കിൽ മാത്രമേ മോഡറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ എനിക്ക് 35 മാർക്കിന് സബ്ജക്റ്റ് പാസ്സാകാൻ വേണ്ടി ബോർഡ് ഓഫ് സ്റ്റഡീസ് കൂടിയിട്ട് അതിന് 2 മാർക്ക് മോഡറേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് 30 മാർക്കാണെങ്കിൽ 2 മാർക്ക് എനിക്ക് കിട്ടൂല, ഞാൻ പാസ്സാവില്ല. പിന്നെ ഞാൻ റീവാലുവേഷന് കൊടുത്തു, അങ്ങനെ എൻ്റെ മാർക്ക് 33 എത്തി. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? ആ മോഡറേഷന്റെ മാർക്ക് നമ്മളിലേക്ക് ഇടും. ഇനി ഞാൻ റിവാലുവേഷൻ കൊടുത്ത സബ്ജക്റ്റിന് യൂണിവേഴ്സിറ്റി ആദ്യം മോഡറേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ആ മാർക്ക് ലഭിക്കില്ല. പിന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, എനിക്ക് എല്ലാ സബ്ജക്റ്റും ഞാൻ പാസ്സായി, ഒരു സബ്ജക്റ്റ് ഫെയിൽഡ്, അതിന് മോഡറേഷൻ ലഭിക്കുക. അങ്ങനെ റൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലില്ല. അപ്പോൾ ഈ മോഡറേഷനെ കുറിച്ച് നമ്മൾ ഒരിക്കലും പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുക്കേണ്ടതോ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതോ ഒരു വസ്തുതയല്ല. അതാത് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ യൂണിവേഴ്സിറ്റി അത് കൃത്യമായിട്ട് അതിന്റെ റൂൾ പ്രകാരം കൊടുത്ത റിസൾട്ടാണ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നത്. ഈ കാര്യം പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ മനസ്സിലാക്കുക. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും കരുതുന്നു. ഓക്കെ, താങ്ക് യു.